ഫാസിലിനോട് പ്രത്യേകം എനിക്ക് നന്ദി പറയണം. കാരണം ഫാസിലാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫാസിൽ എൻ്റെ ശിഷ്യനാണ്, അതിലപ്പുറം എൻ്റെ എല്ലാമാണ്. ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെ പബ്ലിക് റിലേഷൻസ് മാനേജർ കൂടിയാണ് ഫാസിൽ ബഷീർ. നമസ്കാരം. എങ്ങനെ ചിരിക്കാതിരിക്കൂലേ? അതായത് നിങ്ങളിപ്പോ ഈ കണ്ടിട്ടുള്ള പോർഷൻ ഗോപിനാഥ് മുതുകാട് ഫാസിലിനെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ. ഞാൻ അതിന്റെ കംപ്ലീറ്റ് ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫാസിൽ ഇപ്പോൾ ഫസ്റ്റ് 2 ദിവസം മുന്നേ CP ഷിഹാബിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ള വീഡിയോന്റെ റീസൺ എന്തായിരുന്നു എന്നുള്ളത്. ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് ഫസ്റ്റ് തന്നെ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതാണ്. ഞാൻ ആ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു, വെൽ എഡിറ്റഡ് ആൻഡ് വെൽ ഡൺ വീഡിയോ ആണെന്ന്. അതായത് ഉദ്ദേശിച്ചത് ഫാസിൽ വെൽ ഡൺ എന്ന് ഉദ്ദേശിച്ചത് ഫാസിൽ ആ വീഡിയോ ചെയ്തത് നന്നായി എന്നല്ല. അതായത് ആൾക്കാരിലേക്ക് CP ഷിഹാബ് എന്ന വ്യക്തിനെ കരിവാരി തേച്ച് CP ഷിഹാബ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് അല്ല, പുള്ളി ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ കാണിക്കുന്ന രീതിയിലാണ് പുള്ളി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം, ഒരു വിധമൊക്കെ ആൾക്കാർക്ക് അത് സ്വാഭാവികമായിട്ട് തോന്നിപ്പോയി. അപ്പോൾ ആ ഒരു രീതിയിലാണ് ആ ഒരു വീഡിയോനെ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷം പുള്ളി ഇന്നലെ വീണ്ടും ഒരു വീഡിയോ ചെയ്തു. 10-20 മിനിറ്റിനുള്ളിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനുണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് വേറെ ഏതോ ഒരു വീഡിയോന്റെ പോർഷൻ ഉപയോഗിച്ചിരുന്നു. അത് ഉപയോഗിച്ചത് കൊണ്ടാണ് പുള്ളിയുടെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോയിന്നൊരു അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം ആ പോർഷൻ റിമൂവ് ചെയ്തതിന് ശേഷം ആ വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യും. അതല്ല കാരണം എന്നുള്ളത് ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഓക്കെ, പിന്നെ ഇതെന്താ പറയാന്ന് വെച്ചാൽ ഇന്നലെ സീക്രട്ട് ഏജന്റ് സായി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതില് സായിന്റെ വീഡിയോന്റെ അടിയിൽ ഫസ്റ്റ് സായി പിൻ ചെയ്ത് വെച്ചിട്ടുള്ള കമന്റ്, ഐ തിങ്ക് പിൻ ചെയ്ത് വെച്ച് തോന്നുന്നുണ്ട്. അതായത് സുനിത ദേവദാസ് ഇട്ടിട്ടുള്ള ഒരു കമന്റ് ആണ് കേട്ടോ. ഓക്കെ, ഞാനും അമ്മമാരും മാജിക് പ്ലാനറ്റിൽ പോയി ചർച്ചയ്ക്ക് റെഡി. സമയം മുതുകാടിന്റെ ശിഷ്യനായ ഫാസിൽ പറയുമെന്ന് കരുതുന്നു. എന്റെ വീഡിയോ ആരെടുക്കുന്നതിനും എനിക്ക് ഒരു പ്രശ്നവുമില്ല, ആർക്കും എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് സുനിത ദേവദാസ്. അപ്പൊ ഫാസിൽ പറയുന്നത് ഈ ഒരു പോർഷൻ എടുത്തൊരു കാരണം കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളതാണ് ഫാസിൽ പറയുന്നെങ്കിൽ അതല്ല എന്നുള്ളത് സുനിതയുടെ ഒരു പോസ്റ്റ് ഇവിടെ നിന്നുണ്ട്. ഓക്കെ, വാട്ട് എവർ, അത് റീസൺ അതല്ല എന്നുള്ളത് നമുക്ക് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും എന്ത് റീസൺ കൊണ്ടാണ് ഫാസിൽ ഈ ഒരു രീതിയിൽ വീണ്ടും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മുതുകാട് ഒരു എക്സ്പ്ലനേഷൻ തരാതെ നമ്മൾ എന്ത് ഇഷ്യൂ ആണോ കോറായിട്ട് ഇതിൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് അതിലേക്കൊന്നും ശ്രദ്ധ പോവാതെ ഷിഹാബ് പറഞ്ഞ വ്യക്തി പറഞ്ഞതിന്റെ ഒറ്റ കാര്യം കൊണ്ടും ആ വ്യക്തിയുടെ ക്രെഡിബിലിറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പുള്ളി ആ ഒരു വീഡിയോ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ പോർഷൻ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് റീസൺ കൊണ്ടാണ് ഫാസിൽ ഈ ഒരു സംഗതിക്ക് ഇപ്പോൾ അടുത്ത ട്രിക്ക് ഇടാനുള്ള കാരണം എന്നുള്ളത്. ഫാസിലിനോട് പ്രത്യേകം എനിക്ക് നന്ദി പറയണം. കാരണം ഫാസിലാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫാസിൽ എൻ്റെ ശിഷ്യനാണ്, അതിലപ്പുറം എൻ്റെ എല്ലാമാണ്. ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെ പബ്ലിക് റിലേഷൻസ് മാനേജർ കൂടിയാണ് ഫാസിൽ ബഷീർ. ഫാസിലിന്റെ പെർഫോമൻസ് ഈയിടെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധനസമാഹരണത്തിന് വേണ്ടിയിട്ട് മാജിക് പ്ലാനറ്റിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫാസിൽ അതിലൂടെ ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ സ്ഥാപനത്തിലേക്ക് സംഭാവന ചെയ്തു. അങ്ങനെ ഫാസിലും ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു മനോഭാവത്തോടു കൂടിയിട്ടാണ് എല്ലാവിടെ ചെന്ന് കഴിഞ്ഞാലും പരിപാടികൾ നടത്തുന്നത്. അപ്പൊ ഫാസിലിന്റെ ആ സ്നേഹസ്പർശം ഇതൊക്കെയല്ലേ ഒരു ഗുരുവിന് ശിഷ്യന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബുദ്ധന് ആനന്ദൻ എങ്ങനെയാണോ അതുപോലെയാണ് എനിക്ക് ഫാസിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് പറഞ്ഞത് എങ്ങനെ ചിരിക്കാതിരിക്കും ഈ കംപ്ലീറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അതായത് ഗുരുവിനുള്ള ഗുരുഭക്തിയാണ് അവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതും പിന്നെ വളരെ ക്ലിയർ ആയിട്ട് പുള്ളി പറഞ്ഞിട്ടില്ല. അതിന് മേലെ പിന്നെ ഏതൊരു സിനിമയിൽ പുലിമുരുകനിലോ ഇതിന് മേലെ പുലിമുരുകൻ ആമേൻ സിനിമയിൽ ലാസ്റ്റ് വില്ലൻ പറയുന്ന ഡയലോഗ് ഉണ്ട്, ഇതിന്റെ മേലെ എനിക്കിനി ഒന്നും പറയാനില്ല പറഞ്ഞ മാതിരി. ഓക്കെ, വാട്ട് എവർ. അപ്പൊ ഈ ഒരു കേസിന്റെ അപ്ഡേറ്റ് ഫാസിലിന്റെ ഭാഗത്ത് നിന്ന് എന്ത് വീഡിയോ ആണ് വരുന്നതെന്ന് അറിയില്ല. വരുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്ത് തരാം. അതായത് ഈ കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജന്റും ഷിയാബും കൂടി ചെയ്ത വീഡിയോയിൽ അവരൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ചില കാര്യങ്ങൾ ചില ഈ മാജിക് പ്ലാനറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചില സംഗതികളുണ്ട്, ചില കേസുകളുണ്ട്.
അതൊക്കെ പുറത്തേക്ക് വന്ന അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ഇവർ കയ്യിലുണ്ട്. അതൊക്കെ പുറത്തേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ എന്താവും ആ സ്ഥാപനത്തിൻ്റെ സിറ്റുവേഷൻ എന്നുള്ളത് അവരൊരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൻ്റെ കൂട്ടത്തിലാണ് നിഷ്പക്ഷം എന്നൊരു ചാനലിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടോന്നറിയില്ല, ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. ഗോപിനാഥ് മുതുകാട് കഴക്കൂട്ടത്ത് നടത്തുന്ന മാജിക് പ്ലാനറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ആ കേസുകൾ എന്ന് പറയുന്നത്, ആ കേസുകളുടെ വകുപ്പുകൾ ഞാൻ ആദ്യം പറയാം. IPCയിലെ 377 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അൺനാച്ചുറൽ സെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പാണ് 370. 2, അതുപോലെ തന്നെ പോക്സോ വകുപ്പ്, കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3-5 എന്ന് പറയുന്ന ഈ വകുപ്പുകൾ പ്രകാരം 2023 10-ാം മാസം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ 2 കേസുകൾ മാജിക് പ്ലാനറ്റുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ആ കേസുകളുടെ നമ്പർ 1460/23 എന്നുള്ളതാണ് ഒരു കേസ്. 2 1461/23 എന്ന് പറഞ്ഞ 2 കേസ് അണ്ടർ സെക്ഷൻ 377 and 3 and 5 ഓഫ് പോക്സോ ആക്ട്. ഇതാണ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 കേസുകൾ. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഇതുപോലുള്ള സംഗതികൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് അന്വേഷിക്കണം. പക്ഷെ നമ്മൾ ഇപ്പോഴും കോറായിട്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഓരോരുത്തർ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഉണ്ടല്ലോ, ആ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള സംഗതി ഇതൊന്നും ആയിരുന്നില്ല. ഇപ്പോഴും ഇതൊക്കെ വഴിതിരിച്ച് മനഃപൂർവ്വം വിടണം. വഴിതിരിച്ച് മനഃപൂർവ്വം എന്താ പറയുക, ഒരു ഉപകാര സ്മരണ എന്നുള്ള ഒരൊറ്റ കണ്ടീഷനിലുകൊണ്ടാണ് ഫാസിൽ പോലും ഷിയാബിനെതിരെ ഈ കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് ഈ പ്രശ്നങ്ങളെ കംപ്ലീറ്റ് വഴിതിരിച്ച് വിടുന്നത്. പക്ഷെ വിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവാൻ പോണത് എന്താ വെച്ചാൽ ഇതുപോലുള്ള സംഗതികൾ ഓരോരോ കാര്യങ്ങളായിട്ട് പൊന്തി വരും. പിന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരുപാട് കമൻസിന് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് കമൻസ് കണ്ടു. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഷിയാബിനെ കുറ്റപ്പെടുത്തിയതുള്ളത് സീരിയസ്ലി ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള എനിക്ക് കാണുന്ന സമയത്ത് ഫാസിൽ ചെയ്തൊരു വീഡിയോ ഫാസിൽ വളരെ ക്ലിയർ ആയിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് CP ഷിയാബ് എന്നുള്ള വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അതും ഈ പറഞ്ഞ മാതിരി BGM കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അത് ആൾക്കാരിലേക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ആ വീഡിയോ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചതാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ്. പക്ഷെ അതിന് തന്ന എക്സ്പ്ലനേഷൻ ഷിയാബിൻ്റെ വീഡിയോയിൽ ഇന്നലെ പറഞ്ഞു. ഷിയാബ് വളരെ പ്രോപ്പറായിട്ട് ഒരു എക്സ്പ്ലനേഷൻ നടത്തി. എന്താണെന്നുണ്ടെങ്കിലും ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫാസിൽ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ, ഇന്നലെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റിൽ പറഞ്ഞ പ്രകാരമുള്ള ആ ഒരു വീഡിയോ എന്ത് കാരണം കൊണ്ടാണ് ഡിലീറ്റ് ചെയ്തത് വ്യക്തമാക്കുന്ന 2ാമത്തെ ഒരു വീഡിയോ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഓപ്പണായിട്ട് ഒരു ചർച്ചയ്ക്ക് വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വന്നതിന് ശേഷം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ.